അസ്സലാമു അലൈക്കും. എസ് ആർ ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡോണട്ടായിട്ടാണ്. നമുക്കിന്നൊരു ഡോണട്ട് ഉണ്ടാക്കി നോക്കിയാലോ? നിങ്ങളെ മക്കൾക്കൊക്കെ കൊടുക്കാൻ സൂപ്പറായിട്ടുള്ള ഒരു ഡോണട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വരൂ, നമുക്കതൊന്ന് നോക്കാം. എന്താണ് അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ? ഞാൻ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 5 കപ്പ് മൈദ ഇതേമാതിരി ഉണ്ട്. പിന്നെ അതിനാവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ 3 മുട്ടയാണ്. നോക്കൂ, 3 മുട്ട. ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് പാല് നിങ്ങൾ ചൂടാക്കി വേണം എടുക്കാം. ഫ്രഷ് പാൽ 1 ലിറ്റർ ചൂടാക്കി എടുക്കണം. ചെറിയ ചൂട് മതി. പിന്നെ അതിൻ്റെ അടുത്ത ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഈസ്റ്റ് ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വനീല പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്, 1 ചെറിയ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ ബ്രൗൺ ഷുഗറും 2 ടീസ്പൂൺ വൈറ്റ് ഷുഗറും പിന്നെ 3 പീസ് ചീസ്, കീറി ചീസാണ്. അത് ക്രീം ചീസായാലും കുഴപ്പമില്ല, നിങ്ങളതിലുള്ള ഏത് ചീസായാലും പ്രശ്നമില്ല. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 3 പീസ് കീറി ചീസ് എടുത്തിട്ടുണ്ട്. 50 ഗ്രാം ബട്ടറും എടുത്തിട്ടുണ്ട്. ഇതാ നോക്കൂ, ഇത്ര സാധനമൊന്നും ആണ് ഡോണട്ട് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. നമുക്കെന്നാൽ ഒന്ന് മെഷീനിലോട്ട് അടിച്ചെടുക്കാൻ തയ്യാറാണല്ലോ. യല്ല ബാ, മെഷീനിലോട്ട് ഇത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ ഉപ്പ് സാധനങ്ങൾ എല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നോക്കും. ഒന്നിട്ട് കൊടുക്കുന്നു. പഞ്ചസാര, ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വന്നോട്ടെ. മെഷീനിൽ ഞാൻ ഓണാക്കി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. അതിനുശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് മിക്സായി വരട്ടെ. അതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ഞാൻ പൊട്ടിച്ച് ഓരോ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നു. നോക്കൂ, മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചാൽ കേടുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയും. അതിനാണ് മുട്ട ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോ പാത്രത്തിൽ നമ്മൾ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ആ മുട്ടയും ഞാൻ ഒഴിച്ചു കൊടുത്തു. അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സായിട്ട് വരട്ടെ. അതെല്ലാം ഇവിടെ മിക്സാക്കി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, പാല് നിങ്ങൾ ആവശ്യത്തിന്. മാവ് എങ്ങനെയാണ് നമ്മൾ കുഴച്ചെടുക്കണം, ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കണം, അതേ പരുവത്തിനനുസരിച്ച്. പാലില്ലെങ്കിൽ നിങ്ങൾ പ്രശ്നമില്ല, നിങ്ങൾ മീഡോ പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് പച്ച ചെറിയ ചൂടുവെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുത്താലും മതി. മാവ് ഇവിടെ ഒരുവിധം തയ്യാറായി വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് വേണം നിങ്ങൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം എടുത്തിട്ട് നമുക്ക് അടുത്ത ഒരു ബോളിലോട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. മാവ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഞാൻ ഇതേമാതിരി ഒരു ബോളിൽ ഒരല്പം എണ്ണ പുരട്ടി അതിലോട്ട് നമുക്കൊന്ന് ഈ മാവ് ഇട്ട് കൊടുക്കാം. മെഷീനിൽ നിന്ന് എടുത്ത മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് മാവ് കിട്ടിയിട്ടുള്ളത്. നോക്കൂ, എന്ത് സോഫ്റ്റായിട്ടാണ് ഈ മാവ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ മാവെല്ലാം എടുത്തോട്ട് ഇതിന്ന് നോക്കിക്കാണി നിങ്ങൾ. ഈ മാവ് ഇതേമാതിരി കുറച്ച് ലൂസായിട്ടിരിക്കണം. നല്ല സോഫ്റ്റ്, ചപ്പാത്തിയും കാലം കുറച്ചും കൂടി നല്ല ലൂസായിട്ടിരിക്കണം. അപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഡോണട്ട് നമുക്ക് കിട്ടും. നോക്കിക്കാണി, മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നോക്കി, നിങ്ങൾക്ക് കാണാമല്ലോ മാവ് ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നോക്കിക്കാണി, നമുക്കിതിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തി വന്നതിന് ശേഷം നമുക്ക് നിരത്തി ഫ്രൈ ആക്കി എടുക്കാം. ഡോണറ്റിൻ്റെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നോക്കൂ, എത്ര 40 മിനിറ്റ് ആയപ്പോൾ ഇത്രയും നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കൈ വെച്ച് താത്തെടുക്കുമ്പോൾ ഒരു എയർ ഒന്നങ്ങോട്ട് കളയാം. ഇത്
ഇത് ഇനി നമുക്ക് ഈ കൗണ്ടറിൻ്റെ മുകളിലോട്ടിട്ട് നിരത്തിയെടുക്കാം. ഇതാ നോക്കൂ, കുറച്ച് മൈദ കൗണ്ടറിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നിരത്തിയെടുക്കാം. പിന്നെ അത് കട്ട് ചെയ്യാൻ താണ്ട ഇതേപോലെ ഡോണട്ടിൻ്റെ ഒരു കട്ടറുണ്ട്. മാവ് മാഷാഅല്ലാ അടിപൊളിയായിട്ടുണ്ട്. സോപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് മാവ്. ഇതാ നോക്കൂ, നിങ്ങൾ ഇതേ അളവിൽ തന്നെ എടുക്കണം. നിങ്ങൾക്കുള്ള അളവുകളൊന്നും നിങ്ങൾ വ്യത്യാസം വരുത്തരുത്. ഇതൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല സ്പോഞ്ച് കണക്കാണ് ഇരിക്കുന്നത്. അത്ര നല്ല സോഫ്റ്റുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അളവിൽ വ്യത്യാസം വന്നാൽ നിങ്ങൾക്കുള്ള ഡോണട്ടൊക്കെ ഇതായിപ്പോവും. അപ്പോൾ പറയുന്നത് അളവിൽ തന്നെ നിങ്ങൾ എല്ലാം എടുത്തിരിക്കണം. പിന്നെ ഇത് കട്ട് ചെയ്യണം, കുറച്ച് 1 ഇഞ്ചിൻ്റെ വണ്ണത്തിലൊക്കെ കട്ട് ചെയ്യണം. വെറും അത് കട്ടി കുറച്ച് നിങ്ങൾ നിരത്തരുത്. ഇതാ ഇങ്ങോട്ട് നോക്കൂ, 1 ഇഞ്ച് കനത്തിൽ ഞാൻ നിരത്തി ഇട്ടിട്ടുണ്ട്. ഇതാ നോക്കൂ, 1 ഇഞ്ച് കനത്തിലാണ് ഞാൻ നിരത്തി ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഇതേമാതിരി തന്നെ നിരത്തണം. അല്ലാതെ ഒരു സൈഡ് കനം കൂട്ടിയും കുറച്ചൊന്നും നിങ്ങൾ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് അത്രയും നല്ല ഒരു ഡോണറ്റാണ്. ഡോണട്ട് നമ്മളെ മക്കൾക്കൊക്കെ എത്ര ഇഷ്ടമാണ് നമ്മളത് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ അത് ഇതേമാതിരി ഒരു കട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മാവ് നിങ്ങൾ നിരത്തി കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ കട്ട് ചെയ്യരുത്. മാവ് നിരത്തിയിട്ട് നിങ്ങൾ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ കട്ടർ വെച്ച് കട്ടാക്കാവൂ. കാരണം എന്ന് വെച്ചാൽ മാവ് നിരത്തിയ ഉടനെ നിങ്ങൾ കട്ട് ചെയ്താൽ അത് ചുരുങ്ങിപ്പോവും, ചെറുതായി പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്യരുത്. നിരത്തിയതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ നല്ല ക്ലിയറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ അതേ കണക്ക് തന്നെ നിങ്ങൾ ചെയ്യണം. ഇപ്പം നോക്കൂ, ഇപ്പോൾ ഈ മാവ് നിരത്തിയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ, എല്ലാവരും ഒന്ന് ഇതിലോട്ടൊന്ന് നോക്കിക്കേ. നോക്കിക്കേ, എല്ലാവരും ഇതിലോട്ടൊന്ന് നോക്കിക്കേ. ഡോണട്ട് കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന്. നോക്കൂ, ഡോണട്ട് ഡോണട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ മധ്യത്തിൽ നിന്ന് ഇതങ്ങ് എടുത്ത് കളയാം. നിങ്ങൾക്കിത് വേണം. ഡോണട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് ഇതേപോലെ ടവൽ വെച്ചിട്ട് ആ ടവൽ അതിൻ്റെ മുകളിലോട്ട് ഈ ഡോണട്ടിൻ്റെ വെച്ച് കൊടുക്കണം. നോക്കൂ, ഇതേമാതിരി എടുത്ത് വെച്ച് കൊടുക്കണം. നോക്കൂ, കണ്ടല്ലോ നിങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നോക്കൂ, എല്ലാ ഡോയും എടുത്ത് ഇതേമാതിരി ഒരു പ്ലേറ്റ് ഒരു ട്രേ എടുത്തിട്ട് ഈ കട്ട് ചെയ്ത് ഇതേമാതിരി വെച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് ഈ മാവ് വീണ്ടും നമുക്ക് അടച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് പൊന്തി വരുമ്പോഴത്തേക്ക് അടിപൊളി സോഫ്റ്റായിട്ട് ഡോണട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡോണട്ട് എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഇതേമാതിരി വെച്ചിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് അത് 2-3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കട്ട് ചെയ്തതിന് ശേഷം. ഞാനിപ്പം ഒരു ഫ്രൈ പാനിലോട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതുവരെ ഇരുന്ന് റെസ്റ്റ് ആവട്ടെ. ഇവിടെ കട്ട് ചെയ്ത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണയിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ എണ്ണയിലോട്ട് എല്ലാം പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കൂ, എണ്ണ ഓവർ ചൂട് അങ്ങ് ആവരുത്. എണ്ണ ഒരു 90% ചൂടാക്കിയിട്ട് അതിലിട്ട് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് കരിയാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഇത് കൺട്രോൾ ചെയ്ത് തന്നെ ഡോണട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് നമ്മളെ ഡോണട്ട് നല്ല സൂപ്പറായിട്ട് കളറൊക്കെ ആയി കിട്ടുന്നത്. അല്ലാതെ കൂടുതൽ അങ്ങ് എണ്ണ തിളച്ച് പോയാൽ ഡോണട്ട് കരിഞ്ഞു പോകും. ഞാൻ എണ്ണയിലോട്ടിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. എണ്ണയിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ആവട്ടെ. നോക്കൂ, ഇത് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. തിരിച്ച് മറിച്ചിട്ട് ഓവർ ചൂട് എണ്ണ ആവരുത്. ആയാൽ നമ്മളെ ഡോണട്ട് കളർ മാറിപ്പോകും. നല്ല ബ്രൗൺ കളറാക്കിയാണ് ഇതെടുക്കേണ്ടിയുള്ളത്. നോക്കിക്കണി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കണി. ഈ ഡോണട്ടെന്ന് പറഞ്ഞാൽ അത്ര നല്ല ഡോണട്ടാണ്. ടേസ്റ്റും കാര്യങ്ങളും സ്പോഞ്ച് കണക്കാണ് ഇരിക്കുന്നത്.
നിങ്ങൾ നോക്കിക്കാണി എണ്ണയിലിട്ടപ്പോൾ എത്ര മാത്രം ആ സ്പോഞ്ച് കണക്കായെന്ന് നോക്കിക്കാണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അവരവരെ മക്കൾക്ക് നല്ല ഇതായിട്ട് നിങ്ങൾ കൊടുത്തു നോക്കിയാണ്. മക്കൾ വീണ്ടും പറയും മമ്മി ഇതുണ്ടാക്കിത്താ മമ്മി, മമ്മി ഇതുണ്ടാക്കിത്താ മമ്മി എന്ന് വീണ്ടും മക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാ നോക്കൂ, നമ്മൾ ഡോണറ്റിൻ്റെ കളർ നോക്കൂ, ഇതേ കളറാണ്. ഇതേ കളറാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് കോരാം. നിങ്ങൾ നോക്കിക്കാണി, ഈ കളർ കണ്ട ഇതേമാതിരി എല്ലാം ഇതേമാതിരി കളറാകണം. ഇതാ നോക്കൂ സഹോദരങ്ങളെ, ഇതാ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാണി. ഇതാ നോക്കൂ, കണ്ടല്ലോ നിങ്ങൾ, ഇതാ നോക്കൂ, കാണാമല്ലോ നിങ്ങൾക്ക്. ഇതാണ് ഡോണട്ട്. ഇത് ഇതേമാതിരി നിങ്ങൾ പൊരിച്ച് കോരി എടുക്കണം. ഓവർ തീ ആവരുത്, തീ ലേശം കുറഞ്ഞും പോകരുത്. അപ്പോൾ അതേ കണക്കിന് വെച്ച് നിങ്ങൾ ഫ്രൈ ആക്കി എടുക്കണം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. എല്ലാം അവിടെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കൂ, കാണുന്നുണ്ടല്ലോ, പൊരിച്ച് കോരിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ലാസ്റ്റാണിത്. ഇത് പകുതിയിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം, പകുതിയിലോട്ട് നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. എന്താ അതിൽ പഞ്ചസാരയാണ്, പകുതി അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. രണ്ടായിട്ട് നമുക്ക് ഇതായിട്ട് നമുക്ക് എടുക്കാം, ഉണ്ടാക്കിയെടുക്കാം. നമുക്ക്